നമസ്കാരം. തിരുവനന്തപുരത്തേക്കുള്ള KSRTC AC ലോ ഫ്ലോർ ബസ്സിൽ വൈറ്റില ഹബ്ബിൽ നിന്ന് ഞാൻ കയറുമ്പോൾ വണ്ടി നിറയെ ആളുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു കാല് സീറ്റ് പോലും കാണാനില്ല. ലോ ഫ്ലോർ വണ്ടിയുടെ ഹൈ ഫ്ലോർ പിൻപാതിയിൽ ഒരു സീറ്റെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പതിയെ കമ്പിയിൽ തൂങ്ങി ഞാൻ നീങ്ങുമ്പോൾ കാണുന്നു അവിടെയും ഹൗസ്ഫുൾ തന്നെ. പക്ഷേ ദാ കിടക്കുന്നു ഒറ്റ ഒരു സീറ്റ് കാലി തൊട്ടരികിൽ. വേറെ ഒന്നുണ്ടോ എന്ന് നോക്കാതെ ഞാൻ അവിടെ ഇരിപ്പുറപ്പിച്ചു. അടുത്തുള്ളത് ഒരു പെൺകുട്ടിയാണ്, അല്ല യുവതിയാണ്. കൊട്ടാരക്കര വരെ പോകാൻ 4 മണിക്കൂർ എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത്. കണ്ടക്ടർ അത് ശരിവെച്ചു. ഞായറാഴ്ചയാണ്, ഉച്ച കഴിഞ്ഞ് 2:30. എനിക്ക് പിന്നാലെ കയറിയ 4-5 പേർ സീറ്റില്ലാതെ ഇനി ഏത് സീറ്റാണ് ആദ്യം ഒഴിയുക എന്ന ആകാംക്ഷയോടെ ജാഗ്രതയോടെ നിൽക്കുകയാണ്. എനിക്കപ്പുറം ജനാലയിലേക്ക് തല ചായച്ച് കണ്ണടച്ചിരിക്കുന്നത് ജീൻസും ടീഷർട്ടും ഇട്ട ഒരു യുവതിയാണ്. അവളൊരു സുന്ദരിയാണ്. ഇങ്ങനെ ഒരുത്തന് അടുത്ത് വന്നിരിക്കുന്നത് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത പോലെയാണ് അവളുടെ ഇരിപ്പ്. ഉറക്കമല്ല എന്ന് വ്യക്തം. കാരണം ഇടയ്ക്കിടെ അവൾ ഫോൺ തുറന്ന് പരിശോധിക്കുന്നുണ്ട്. പിന്നെയും ചാഞ്ഞു കിടപ്പും ഇടയ്ക്കിടെ ഫോൺ എടുപ്പും. ജനാലച്ചില്ല് കടന്നെത്തുന്ന ഉച്ചവെയിൽ AC-യുടെ ശീതളിമയെ വെല്ലുവിളിക്കുന്നുണ്ട്. തണുപ്പും ചൂടും സമാസമം. ഞാൻ ഫോൺ എടുത്ത് എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. 6:30 വണ്ടി അവിടെ എത്തും ഞാൻ പറഞ്ഞു. വണ്ടിയുടെ നമ്പറും കൊടുത്തു. സാർ, വീട്ടുപടിക്കൽ തന്നെയാണ് സ്റ്റോപ്പ്, എത്താറാകുമ്പോൾ ഒന്നുകൂടി വിളിച്ചാൽ മതി, എൻ്റെ സുഹൃത്ത് പറഞ്ഞു. സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തലേന്നുള്ള ചടങ്ങുകളിലും പിറ്റേന്ന് കല്യാണത്തിലും പങ്കെടുക്കാനാണ് ഞാൻ പോകുന്നത്. അല്ല, ആ സുഹൃത്ത് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഫേസ്ബുക്കിൽ കൂടി മാത്രം പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ്. ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല. പരിചയപ്പെട്ടിട്ട് 2 വർഷത്തിലേറെയായി കാണും. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഏതൊരാൾക്കും ഉണ്ടാകും കെട്ടുകണക്കിന് സുഹൃത്തുക്കൾ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ പലർക്കും ഉണ്ടാവും. പണ്ടൊക്കെ ഏതാണ്ട് എല്ലാ ചെറുപ്പക്കാർക്കും തൂലിക സുഹൃത്തുക്കളുണ്ടായിരുന്നു. സുഹൃത്തുക്കളാകാൻ നേരിൽ കാണണമെന്നില്ലല്ലോ. വെറും പരിചയക്കാർ, സുഹൃത്തുക്കൾ, സ്നേഹിതർ, ആത്മസുഹൃത്തുക്കൾ, ഉറ്റവർ എന്നൊക്കെ ഒരു വകഭേദമുണ്ടല്ലോ. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറേ അനുഭവക്കുറിപ്പുകളും കഥകളും വായിച്ച് കിട്ടിയ സുഹൃത്തുക്കളിൽ ഒരാളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ആദ്യമായി കാണാൻ പോവുകയാണ്. ആ സുഹൃത്തും എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനാണ് വിളിച്ചിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ അടുത്തിരുന്ന പെൺകുട്ടി എന്നോട് ചോദിച്ചു, അങ്കിൾ, ഇപ്പോൾ നമ്മുടെ വണ്ടി ഏത് സ്ഥലം കഴിഞ്ഞു? ഏറ്റുമാനൂർ കഴിഞ്ഞു ഞാൻ പറഞ്ഞു. ഒപ്പം അവൾക്ക് ഈ റൂട്ട് അത്ര പരിചയമില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ ഓർത്തു. പിന്നെ മിണ്ടാട്ടമില്ല. ഫോണിൽ അവൾ പതിയെ ആരോടോ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ. കാത്തിരിക്കുന്ന ആരെയോ വിവരമറിയിക്കുകയാണ്. വീണ്ടും മയക്കം. ചാഞ്ഞു വീഴുന്ന മധ്യാഹ്ന വെയിൽ അവളുടെ മുഖത്ത് മഞ്ഞൾ അരച്ചിടുന്നു. തങ്കത്തിളക്കമാണിപ്പോൾ. ഞാൻ ഇടയ്ക്ക് വായിച്ചും ഫോണിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചും ഫേസ്ബുക്കിൽ നിന്ന് വാട്സാപ്പിലേക്കും പിന്നെ തിരിച്ചും ചാടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം കഴിഞ്ഞപ്പോൾ എവിടെ എത്തിയെന്ന് അന്വേഷിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ വിളി വന്നു. ഇനി ഒരു 2 മണിക്കൂർ കൂടി എടുത്തേക്കും ഞാൻ പറഞ്ഞു. കൊട്ടാരക്കര എത്താൻ ഇനി എത്ര സമയമെടുക്കും? പെട്ടെന്ന് ആ പെൺകുട്ടി, ആ യുവതി ചോദിച്ചു. 2-2.25 മണിക്കൂർ. നിവർന്നിരുന്ന് അവൾ ചോദിച്ചു, അങ്കിൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊട്ടാരക്കര അടുത്ത് ഒരു സ്ഥലത്താണ്. അവിടെയാണോ വീട്? അല്ല, എറണാകുളത്താണ്, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുക. അങ്കിൾ എന്ത് ചെയ്യുക? റിട്ടയർ ചെയ്തു. ഏതിലായിരുന്നു? കസ്റ്റംസിൽ. അത് കൊള്ളാലോ, അങ്കിളിനെ കണ്ടാൽ റിട്ടയർ ചെയ്തതാണെന്ന് തോന്നില്ല എന്ന് പറഞ്ഞ് അവൾ പുഞ്ചിരിച്ചു. സന്തോഷം എന്ന് ഞാനും പ്രതിഭജിച്ചു. പിന്നെ ഏതാനും മിനിറ്റുകൾ മൗനം. ഇത്ര ദൂരം നേരം ഉറക്കം തൂങ്ങിയിരുന്നവൾ ഒറ്റയടിക്ക് സംസാരിച്ചപ്പോൾ അടുത്തിരിക്കുമ്പോൾ പോലും അപരിചിതർക്കിടയിൽ സാധാരണ അനുഭവപ്പെടാറുള്ള പിരിമുറുക്കം അയഞ്ഞു തുടങ്ങി. അപരിചിതത്വത്തിൻ്റെ വേലിക്കെട്ട് പൊളിക്കുന്നത് ഒരു കലയാണ്. ഇനി എൻ്റെ ഊഴമാണ്. മോളുടെ പേര്? ഞാൻ ചോദിച്ചു. ആശ സുരേഷ്. സുരേഷ് അച്ഛനോ ഭർത്താവോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. വഴിയെ അറിഞ്ഞെങ്കിൽ അറിയാം. എന്തായാലും 2-ൽ-1 ആണ് സുരേഷ്. അവളൊരു സുരേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഞാനും ഒരു സുരേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ചെറുതെങ്കിലും ഈ ആകസ്മികത ഒരു കാര്യം തന്നെ. ഞാൻ ചോദിച്ചു, ആശ എന്ത് ചെയ്യുന്നു? ജോലിയോ അതോ? ഞാൻ ഡോക്ടറാണെങ്കിൽ. നല്ല പക്വമായ മറുപടി. ഒരു കോളേജ് വിദ്യാർത്ഥിനി പോലെ ഇതുവരെ തോന്നിച്ച പെൺകുട്ടി ഡോക്ടറാണെന്ന് അറിഞ്ഞതിലെ അത്ഭുതം പുറത്തു കാട്ടാതെ ഞാൻ ചോദിച്ചു, എവിടെ? എറണാകുളത്താണ്. ആശുപത്രിയുടെ പേരും പറഞ്ഞു ആശ. ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു? വീട്ടിൽ പോവുക, കൊട്ടാരക്കരയിൽ. 2 ദിവസം ലീവ് എടുത്തു. പപ്പയൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെവിടാ ജോലി? ദുബായിൽ. ആശയ്ക്ക് ഈ റൂട്ട് അത്ര പരിചയമില്ലാത്ത പോലെ. എന്താ, വീട്ടിൽ പോക്ക് കുറവാണോ? ഞാൻ ചോദിച്ചു. അങ്കിൾ, ഞാൻ പഠിച്ചതൊക്കെ ദുബായിലാണ്.
പിന്നെ മെഡിസിന് പഠിച്ചത് ഡൽഹിയിലും. കേരളത്തിൽ ജോലി തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഓ, എന്നാലും ആശ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ. ആ അങ്കിൾ അത് വീട്ടിൽ പറഞ്ഞ് പഠിച്ചതാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞ് ആശ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നും മിണ്ടാതെ കുറേ ദൂരം വണ്ടി ഓടി. മിണ്ടാനില്ലാഞ്ഞിട്ടല്ല, ചുമ്മാ വാരി വലിച്ച് വർത്തമാനം പറഞ്ഞാൽ നിർത്തടോ എന്ന് ആരെങ്കിലും പറഞ്ഞു നിരിക്കും എന്ന് എനിക്ക് തോന്നിയതുപോലെ ആശയ്ക്കും തോന്നിയിരിക്കാം. പകൽ വെളിച്ചം മറഞ്ഞു തുടങ്ങി, വഴിവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. എവിടെയോ ഒരിടത്ത് വണ്ടി നിന്നു. വനിതാ കണ്ടക്ടർ എല്ലാവരോടുമായി പറഞ്ഞു, 15 മിനിറ്റ് ടീ ബ്രേക്ക്. ആളുകൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുറത്തിറങ്ങാൻ ആവശ്യം തോന്നാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഫോണെടുത്തു. ഇതിലാണ് എൻ്റെ എഴുത്തും വായനയുമൊക്കെ. ആശയോട് ഞാൻ പറഞ്ഞു, ചായ കുടിക്കണമെങ്കിൽ പോയിട്ട് വാ. പുറത്തിറങ്ങിയാൽ സീറ്റ് പോകും അങ്കിൾ. ഇല്ല, ഞാൻ നോക്കിക്കോളാം. അല്ലേലും ഇവിടുന്ന് ആരും ഇനി കയറാനുണ്ടാവില്ലല്ലോ. ആശ ചോദിച്ചു, അങ്കിളിന് എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട, സന്തോഷം. ആശയുടെ ആ കരുതൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇറങ്ങിയവരൊക്കെ വേഗം തിരിച്ചെത്തി വണ്ടി നീങ്ങിത്തുടങ്ങി. അപ്പോൾ ആശ ചോദിച്ചു, അങ്കിളിന് എപ്പോഴെങ്കിലും സങ്കടം തോന്നാറുണ്ടോ? ഇതുവരെ നടന്ന കൊച്ചു വർത്തമാനങ്ങൾക്കപ്പുറത്തേക്ക് കടന്ന് ഡോക്ടർ ആശ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പകച്ചു. എങ്കിലും പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ സങ്കടം തോന്നാത്ത മനുഷ്യരുണ്ടാകുമോ? ഞാനും വെറുമൊരു മനുഷ്യനാണല്ലോ. അങ്ങനെ സങ്കടം തോന്നുമ്പോൾ അങ്കിൾ എന്താ ചെയ്യുക? ആശ കുറച്ചുകൂടി ഗൗരവമുള്ള എന്തിലേക്കോ എന്നെ എടുത്തിടുകയാണ്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ കരയുമായിരുന്നു. സങ്കടമുള്ളപ്പോൾ കരഞ്ഞു തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കരഞ്ഞു തീർക്കാൻ പറ്റാത്ത എത്രയോ സങ്കടങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്, എനിക്കുമുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് പഠിച്ചൊരു പ്രാർത്ഥന ചൊല്ലും. 16 വയസ്സിൽ പഠിച്ചതാണ്. ആശ ആകാംക്ഷയോടെ എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, അതൊന്ന് പറയാമോ? പിന്നെന്താ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി. ഗോഡ് ഗ്രാൻഡ് മീ ദ സെറനിറ്റി ടു. പെട്ടെന്ന് അവൾ തടഞ്ഞു. അങ്കിൾ പതുക്കെ, ഞാനിതൊന്ന് എഴുതിയെടുക്കട്ടെ. ആശ ഫോണെടുത്ത് എഴുതാൻ തയ്യാറായി. പിന്നെ ആശയ്ക്ക് എഴുതിയെടുക്കാൻ പാകത്തിൽ ഞാൻ സാവകാശം അത് വീണ്ടും ചൊല്ലി. ഗോഡ് ഗ്രാൻഡ് മീ ദ സെറനിറ്റി ടു അക്സെപ്റ്റ് ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്, ദ കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ, ആൻഡ് വിസ്ഡം ടു നോ ദ ഡിഫറൻസ്. മാറ്റാൻ സാധ്യമല്ലാത്തതിനെ സ്വീകരിക്കാനുള്ള മനസാന്നിധ്യവും മാറ്റാൻ കഴിയുന്നതിനെ മാറ്റുവാനുള്ള ധൈര്യവും ഇവ തമ്മിൽ തിരിച്ചറിയാനുള്ള ജ്ഞാനവും എനിക്ക് തരണമേ. എഴുതി തീർത്തിട്ട് ആശ അത് ഒരു വട്ടം ചെറു ശബ്ദത്തിൽ വായിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് സങ്കടത്തെപ്പറ്റി പെട്ടെന്ന് എന്നോട് ചോദിച്ചത്? അങ്കിളിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ഇന്ന് വരെ എന്നോടാരും പറയാത്ത ഈ അനുമോദനം ഇത്തിരി ഒന്നും അല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്. ആശയ്ക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഞാൻ ചോദിച്ചു. ആ, കുറച്ചൊക്കെ, അത് പറയാം. എന്നിട്ട് അവൾ ചോദിച്ചു, അങ്കിൾ ഈ പ്രാർത്ഥന എന്നും ചൊല്ലുമോ? എന്നുമില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ അത് മനസ്സിൽ വരും, ഒരു മന്ത്രം പോലെ. ഇതാരാണ് എഴുതിയത്? ഞാൻ പറഞ്ഞു, ആർക്കും അറിയില്ല, അനോണിമസ് ആണ്. ഓസ്ട്രേലിയയിലെ ഏതോ ഒരു സന്യാസ വൈദികനാണെന്നേ കേട്ടിട്ടുള്ളൂ. സെറിനിറ്റി പ്രെയർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ശരിക്കും ഇത് വായിക്കുമ്പോൾ ആ സെറിനിറ്റി ഫീൽ ചെയ്യും അങ്കിൾ. എന്നിട്ട് അവൾ ചോദിച്ചു, ഇങ്ങനത്തെ നല്ല പ്രാർത്ഥനയും മറ്റും കിട്ടുമ്പോൾ അങ്കിൾ എനിക്ക് അയച്ചു തരുമോ? തരാം. അവൾ ഫോൺ നമ്പർ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അത് എഴുതിയെടുക്കാതെ, ഫോണിലോ കടലാസിലോ കുറിക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ആശ ചോദിച്ചു, എഴുതണ്ടേ? വേണ്ട, ഞാൻ ഓർക്കും. അവൾ നമ്പർ പൂർത്തിയാക്കിയിട്ട് ചോദിച്ചു, ഓർമ്മയുണ്ടോ? എങ്കിലൊന്ന് പറഞ്ഞേ. എന്നിട്ട് എനിക്കൊരു മിസ്ഡ് കോൾ ഇടാവോ? അവളുടെ ഫോൺ നമ്പർ ഞാൻ ആവർത്തിച്ചപ്പോൾ അവൾ ചോദിച്ചു, കൊള്ളാലോ, ഇതിൻ്റെ സീക്രട്ട് എന്താ? ഒരു സീക്രട്ടുമില്ല, താല്പര്യവും ശ്രദ്ധയും മാത്രം. പറഞ്ഞതുപോലെ മിസ്ഡ് കോൾ കൊടുത്ത ഉടനെ അവൾ അത് സേവ് ചെയ്തു. ഇത്തിരി നേരം കഴിഞ്ഞ് ആശ ചോദിച്ചു, അങ്കിൾ റിട്ടയർ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലി? ഇല്ല, ജോലിക്കൊന്നും പോകുന്നില്ല, പക്ഷേ ചുമ്മാ ഇരിക്കാൻ നേരമില്ല. പിന്നെ എന്താ ചെയ്യണേ? എഴുത്തും വായനയും വരയും മാജിക്കും ക്ലാസ്സുകളും യാത്രകളും, അങ്ങനെ കുറേ പരിപാടികൾ. ആഹാ, അങ്കിൾ മജീഷ്യനാണോ? ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമായത് മാജിക്കാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നോട്ടവും ചോദ്യവും. ചോദിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന ഉറപ്പോടെ അവൾ ചോദിച്ചു, ഇപ്പോൾ ഒരു മാജിക്ക് കാണിക്കാമോ? കാണിക്കാം, പക്ഷേ തൽക്കാലം എൻ്റെ കയ്യിൽ മാജിക്കിനുള്ള സാധനങ്ങളൊന്നുമില്ല. ഒരു നമ്പർ മാജിക്ക് കാണിക്കാം, മതിയോ? മാത്ത് മാജിക് എന്ന് വെച്ചാൽ മാജിക് വിത്ത് നമ്പേഴ്സ്, അക്കങ്ങൾ കൊണ്ടുള്ള ഒരു മായാജാലം. 2 ചെറിയ ട്രിക്കുകൾ ആശയെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു തിളങ്ങി. ജനിച്ച വർഷവും മാസവും തീയതിയും പറയുമ്പോൾ ജനിച്ച ദിവസം, ആഴ്ചയിലെ ഏത് ദിവസമെന്ന് ഉടൻ തന്നെ പറയുന്ന വിദ്യയാണ് ഒന്ന്. അതോടെ അവളുടെ പ്രായം പിടികിട്ടി. 29 വയസ്സ്. 29 വയസ്സുള്ള ഡോക്ടർ യുവതി വിവാഹിതയായിരിക്കുമെന്ന ഊഹത്തിൽ ഞാൻ ചോദിച്ചു, ഹസ്ബൻഡും ഡോക്ടറാ? അതെ.
പക്ഷേ മുഴുമിപ്പിക്കാതെ ഇത്തിരി ഇടവേള കഴിഞ്ഞ് ആശ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ സങ്കടമുണ്ടെന്ന്, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഒന്നും മിണ്ടാതെയുള്ള എൻ്റെ നോട്ടത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ആശ പറഞ്ഞു, ഡിവോഴ്സ് കഴിഞ്ഞതാണ്. വിവാഹിതയാണോ എന്ന് ഞാൻ സംശയിച്ച യുവതി വിവാഹമോചിതയാണെന്ന് കേട്ടതിലെ അമ്പരപ്പ് കാട്ടാതെ ഞാൻ ചോദിച്ചു, എത്ര നാളായി? 3 കൊല്ലം പ്രേമിച്ച് കെട്ടിയതാ, 1 കൊല്ലമേ ഒന്നിച്ച് കഴിഞ്ഞുള്ളൂ, പിരിഞ്ഞിട്ട് 2 വർഷമായി. ഒരു കെട്ടുകഥ പോലെ ഞാനത് കേട്ടിരുന്നു. പിരിയാൻ എന്തായിരുന്നു കാരണം? എന്നെ അടിച്ചു, കുറേ അടിച്ചു. സുഖകരമല്ലാത്ത ഓർമ്മകളിലേക്ക് ഇനി അവളെ കടത്തിവിടണ്ട എന്ന് വിചാരിച്ചും ഇങ്ങനെ നിസാര കാര്യങ്ങൾക്ക് വളരെ വേഗം പിരിയുന്ന യുവദമ്പതികളെക്കുറിച്ച് ആലോചിച്ചും ഞാൻ ഇത്തിരി നേരം ഇരുന്നു പോയി. ആശ ചോദിച്ചു, ഞാൻ വേറൊരു ഡേറ്റ് പറയാം, അതേത് ദിവസമാണെന്ന് പറയാമോ? പറയാലോ, ഡേറ്റ് പറഞ്ഞോളൂ. അവൾ പറഞ്ഞ തീയതി ആഴ്ചയിലെ ഏത് ദിവസമാണെന്ന് 10 സെക്കൻഡിനകം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇതാരുടെയാ? അനിയത്തിയുടെയോ അനിയൻ്റെയോ? അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. ഫ്രണ്ടെന്ന് വെച്ചാൽ അങ്കിളിന് ഇപ്പോൾ പിടികിട്ടി കാണും അല്ലേ? ആശ വീണ്ടും പുഞ്ചിരിച്ചു. ആഹാ, കൊള്ളാമല്ലോ. തീരുമാനിച്ചോ? തീരുമാനിച്ചു. ആളിന് 4 വയസ്സ് കുറവാണല്ലോ, ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതൊരു കുഴപ്പമാണെന്ന് പറയത്തില്ല, നിങ്ങളുടെ പരസ്പര ധാരണ പോലിരിക്കും. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ 4 വയസ്സ് കുറഞ്ഞ ആളെ കണ്ടുപിടിക്കാൻ കാര്യം, ആളൊരു ഫൈറ്ററാണ്. എന്ന് വെച്ചാൽ ഏത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യാൻ ഭയങ്കര കഴിവാണ്. നല്ല ധൈര്യവുമുള്ള ആളാണ്. കൊള്ളാം. ആശയ്ക്ക് എല്ലാ ആശംസകളും. അടുത്ത സ്റ്റോപ്പ് കുളക്കടയാണ്. സിനിമയുടെ ക്ലൈമാക്സ് രംഗം വന്നപ്പോൾ കറണ്ട് പോയ പോലെ കണ്ടക്ടറുടെ അറിയിപ്പ്. ഞാൻ ബാഗ് എടുക്കുമ്പോൾ ആശ പറഞ്ഞു, അങ്കിൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണേ. ഉറപ്പായും. ബെസ്റ്റ് ഓഫ് ലക്ക് ആശ. ഞാൻ ബസ്സിറങ്ങുമ്പോൾ ദീപാലങ്കാരത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന വീടിൻ്റെ മുന്നിലെ സ്റ്റോപ്പിൽ എൻ്റെ സുഹൃത്ത് സുരേഷ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അടുത്തൊരു സ്റ്റോപ്പിൽ ആശയെ കാത്ത് അവളുടെ പിതാവ് സുരേഷും നിൽപ്പുണ്ടാവും. സുരേഷിൻ്റെ വീട്ടിലെത്തി കുശലങ്ങളും അല്പവർത്തമാനങ്ങളും തിരക്കും കഴിഞ്ഞ് മാറിയിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത് ആശയെപ്പറ്റിയായിരുന്നു. ഇതുപോലെ എത്രയോ യുവദമ്പതികൾ ചെറുപ്പത്തിൽ തന്നെ വേർപിരിയുന്നു, അകലുന്നു. ആരുടെ ആയിരിക്കും കുഴപ്പം?